റിച്ച് പേൾസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ബാന്തിനി കളക്ഷൻസ് കാണാം. എല്ലാവരും ഈഗേളി വെയിറ്റിംഗ് ആണ് ഈ ഒരു ബാന്തിനി കളക്ഷൻസിന് വേണ്ടിയിട്ട്. കുറേ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഒരു സാറ്റിൻ കോട്ടണിലാണ് നമുക്ക് ഈ ഒരു കളക്ഷൻസ് ഒക്കെ വന്നിട്ടുള്ളത്. സാറ്റിൻ കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാനും എല്ലാത്തിനും ഒരു പ്രശ്നമില്ലാത്ത സെറ്റാണ്. ചിലർ ഈ സാറ്റിൻ കോട്ടൺ എന്ന് പറയുമ്പോൾ അത് എന്താണാവോ ചൂടെടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്യുവർ കോട്ടൺ തന്നെ ഇതിൽ ചെറിയൊരു ഷൈനിങ് ഉണ്ടാകും. കുറച്ചും കൂടി ക്വാളിറ്റി ബേസ്ഡ് മെറ്റീരിയലാണ് സാറ്റിൻ കോട്ടൺ. കോട്ടൺ തന്നെ ഒട്ടും ചൂടെടുക്കാത്ത മെറ്റീരിയൽ. ഇതിലിത് വരുന്ന ദുപ്പട്ടയും ബോട്ടവും ഒക്കെ ഈ ബാന്തിനി പ്രിന്റ് വരുന്ന കോട്ടൺ കളക്ഷൻസ് ആണ്. ഓരോന്നായി കാണാം. ഫസ്റ്റ് സെറ്റ് ഇങ്ങനെയാണ് ഓവറോൾ വ്യൂ വരുന്നത്. നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡിൽ ത്രൂ ഔട്ട് ഇതുപോലെ ബാന്തിനി പ്രിന്റ് ആണ് വരുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കെട്ടിയാണ് ഡൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ നൂലുകളെല്ലാം നമ്മളിങ്ങനെ വലിച്ച് കളയേണ്ടി വരും. ഇതൊന്നും കംപ്ലൈൻ്റ് അല്ല, അറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതാണ്. ടോപ്പ് അതുപോലെ ബോട്ടവും ഇതുപോലെ ത്രൂ ഔട്ട് ബാന്തിനി തന്നെയാണ്. എല്ലാം കെട്ട് പൊട്ടിക്കുമ്പോഴാണ് ഈ ഒരു പ്രിന്റ് നമുക്ക് നിവർന്ന് വിസിബിൾ ആവുന്നത്. ദുപ്പട്ട നോക്കിയേ, ദുപ്പട്ടയും കോട്ടണിൽ തന്നെ നല്ല പ്യുവർ കോട്ടൺ ആണ്. മൽ കോട്ടൺ പോലത്തെ ഫാബ്രിക് ആണ് ദുപ്പട്ട. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത്. നമ്മളിന്ന് കാണിക്കുന്ന എല്ലാ സെറ്റുകൾക്കും പ്രൈസ് വരുന്നത് 1450 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് സെറ്റ് നോക്കി, നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ സെറ്റാണ്. ത്രൂ ഔട്ട് ബാന്തിനി പ്രിന്റ് വരുന്ന ടോപ്പ് പോർഷനും ബോട്ടത്തിലും ഇതുപോലെ തന്നെ സാറ്റിൻ കോട്ടൺ തന്നെയാണ്. നല്ല കട്ടിയുള്ള കോട്ടനാണ്. ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ഷോൾ കണ്ടില്ലേ, ഷോളിലും നല്ല ചെറിയ ബാന്തിനി പ്രിന്റ്, ഇങ്ങനെ ചെറിയ ബോർഡേഴ്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. നമുക്ക് ഈ ഒരു സമ്മറിലൊക്കെ ഡെയിലി യൂസിനൊക്കെ പറ്റിയ സെറ്റുകളാണ് കേട്ടോ. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. നെക്സ്റ്റ് സെറ്റ് നോക്കി, നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന സെറ്റ് കേട്ടോ. ഫുൾ ബാന്തിനി പ്രിന്റ് വരുന്ന സെറ്റുകളാണ്. പ്യുവർ കോട്ടൺ ആണ്. കോട്ടണിൽ ചെറിയൊരു ഷൈനിങ്ങും വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ടോപ്പ് ബോട്ടം ദുപ്പട്ട. നെക്സ്റ്റ് സെറ്റ് നോക്കി, നമുക്ക് മസ്റ്റേർഡ് യെല്ലോയിൽ വന്നിട്ടുള്ള സെറ്റ് കേട്ടോ. എല്ലാം നല്ല കളേഴ്സാണ്. ഇതുപോലെ ഇതിൽ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്കും ആ ഒരു ക്രീം ഷെയ്ഡിൽ വരുന്ന ബാന്തിനി പ്രിന്റും വരുന്ന സെൽഫ് ഷെയ്ഡഡ് സെറ്റാണ്. നെക്സ്റ്റ് സെറ്റ് നമുക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ. കോൺട്രാസ്റ്റ് ഷെയ്ഡാണ്. ബ്ലാക്കിൽ ഇങ്ങനെ മൾട്ടി ഷെയ്ഡ് ബാന്തിനി പ്രിന്റ് വരുന്നുണ്ട്. ബോട്ടത്തിൻ്റെ എൻഡിൽ ഈ ഒരു ബോട്ടം പ്ലെയിൻ ആണ്. ഇതിൻ്റെ ലോവർ എൻഡിൽ നമുക്ക് കാണുന്ന പോർഷനിൽ ബാന്തിനി പ്രിന്റ് വരുന്ന കോട്ടൺ ബോട്ടം ദുപ്പട്ട. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സെറ്റാണ് കേട്ടോ. ടോപ്പിലും ത്രൂ ഔട്ട് ഈ ഒരു ബാന്തിനി പ്രിൻ്റാണ് വരുന്നത്. ബോട്ടത്തിലും വരുന്നുണ്ട്. ഈ ബാന്തിനി സെറ്റുകളൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കല്ലുപ്പിട്ടിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കളർ ഗാർഡ് യൂസ് ചെയ്താലും മതി കേട്ടോ. ഇത് ഏതെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഈ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സെറ്റാണ്. ഇതൊക്കെ ഡൈ ചെയ്ത് വരുന്ന ബാന്തിനി പ്രിൻ്റുകളായതുകൊണ്ട് കളർ ബ്ലീഡിന് ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും കളർ പോവാതെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത്. നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഒരു ചെങ്കല്ല് പോലത്തെ ഒരു കളർ, ഒരു എന്താ പറയുക, റെഡ് അല്ല കേട്ടോ, ഒരു പീച്ചിഷ് പിങ്ക് എന്നൊക്കെ പറയണം. അങ്ങനത്തെ ഒരു ചെങ്കല്ല് കളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഓവറോൾ വ്യൂ. നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല ജെറ്റ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ഈ ബോഡി പോർഷനിൽ ഫുള്ള് ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബാന്തിനി പ്രിൻറ്റും ത്രൂ ഔട്ട് ബോട്ടത്തിലും ഷോളിലും ഇങ്ങനെ തന്നെ. നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ബാന്തിനി കളക്ഷൻസ്. ഇങ്ങനെയാണ് ഓവറോൾ വ്യൂ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ ഷെയ്ഡിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ്സ് വരുന്നുണ്ട്. വൈറ്റും വരുന്നുണ്ട് കേട്ടോ. ബാന്തിനി പ്രിൻറ്റിൽ ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. ലാസ്റ്റ് സെറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ബാന്തിനി പ്രിൻ്റാണ്. പ്യുവർ കോട്ടൺ ബോട്ടവും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ നമ്മൾ ബാന്തിനിയിൽ വന്നിട്ടുള്ള നല്ല നല്ല കളേഴ്സ് നമ്മൾ കണ്ടു. സെൽഫ് ഷെയ്ഡ്സും കോൺട്രാസ്റ്റ് ഷെയ്ഡ്സും ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാന്തിനി എപ്പോഴും നമുക്കിങ്ങനെ ചേഞ്ചിങ് ആയിട്ടാണ്. ചിലപ്പോൾ നമുക്ക് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ്സ് വരും. ഓരോ സമയത്ത് കിട്ടുന്ന ഓരോ പാറ്റേൺസ് ആണ്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളിതെല്ലാം വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് പ്രോഡക്റ്റിലേക്ക് എത്താം. ഇതെല്ലാം വാഷ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ കളർ ഗാർഡ് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ആ വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ട് ഡിപ്പ് ചെയ്ത് വാഷ് ചെയ്താലും നന്നായിട്ട് കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.